നമ്മൾ അജ്മീർന്ന് തിരിച്ചു പോവുകയാണ്. രാത്രി 7:54 ആയിട്ടുണ്ട്, അല്ല 7:37 ആയിട്ടുണ്ട്. അവിടെയാണ് ക്ലോക്ക്, അതാണ് നോക്കിയത്. 7:37 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രെയിൻ 7:50 വരും, 8:10 എടുക്കും. രാമേശ്വരം എക്സ്പ്രസ് ആണ്, സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് ചെന്നൈയിലേക്കാണ് പോണത്. ചെന്നൈ ചെന്നിട്ട് 2 ദിവസം എടുക്കും ചെന്നൈ എത്താൻ. അപ്പോൾ ചെന്നൈ എനിക്ക് തോന്നുന്നു മറ്റന്നാൾ, അതിൻ്റെ പിറ്റന്നായിരിക്കും എത്തുന്നത്. എനിവേ, അതോ മറ്റന്നാളെ എന്തോ ഞാൻ മൊത്തത്തിൽ കിളി പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ചെന്നൈ ചെല്ലണം, ചെന്നൈ എക്സ്പ്ലോർ ചെയ്യണം, എന്നിട്ട് വീട്ടിൽ പോകണം. അതാണ് പ്ലാൻ. ഓക്കെ, അജ്മീർ നിന്ന് കട്ട പോസ്റ്റാന്ന് വിചാരിച്ചാണ്, പക്ഷേ അത്യാവശ്യം കൊള്ളായിരുന്നു. ആ മ്യൂസിയത്തിലൊക്കെ പോയതുകൊണ്ട് അത്യാവശ്യം പിടിച്ചു തന്നു. ആൻഡ് ഇനി നമുക്ക് നേരെ നാട്ടിൽ പോകാണ് പരിപാടി. ഓക്കെ, ഈ പ്ലാറ്റ്ഫോം അല്ല, അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലാണ് കയറാനുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകേണ്ടത്. ഇത് പ്ലാറ്റ്ഫോം 1 ആണ്, അത് പ്ലാറ്റ്ഫോം 2. അപ്പോൾ പ്ലാറ്റ്ഫോം 2-ലോട്ടാണ് പോകേണ്ടത്. ഇത് നമ്മൾ പെട്ടി കയറ്റി പോയതുകൊണ്ട്, പെട്ടി ഒരു മുതുക്ക് പെട്ടിയാണ്. അപ്പോൾ പെട്ടി കയറ്റി ബെൽറ്റ് ഇട്ടുകൊണ്ട് ഇനിയിപ്പോൾ അടിക്കാൻ പാടാം. അതുകൊണ്ടാണ് പിന്നെ ജാക്കറ്റ് എടുത്ത് ഇങ്ങനെ ഇട്ടേ. തണുപ്പ്, നല്ല തണുപ്പുണ്ട്. ഞാൻ വീണ്ടും എൻ്റെ പഴയ ബാത്റൂം ചെപ്പൽസ് അപ്ഡേറ്റഡ്. സോ ബാക്ക് ടു ഹോം. ബാക്ക് ടു ഹോം ആയിട്ടില്ല, എന്നാലും ഇതൊക്കെ ഒരു രസമല്ലേ ആശേ. അയ്യോ, ഞാൻ സത്യം നല്ല വെയിറ്റഡേ, നല്ല വെയിറ്റ്. എന്തോ വലിയ പാറക്കല്ലും ചുമന്ന് കഴുത പോകുന്ന കണക്കുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് റെയിൽവേയിൽ നോർത്ത് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് നോർത്ത് ഇന്ത്യയിലേക്ക് വരുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ചില ആശങ്കകളും നിങ്ങൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതായിട്ടുള്ള കുറച്ച് അറിവുകളും അതിൻ്റെ യാഥാർത്ഥ്യമാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക, നോർത്ത് ഇന്ത്യൻ ട്രെയിൻസിൽ മൊത്തവും ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ വലിയ പ്രശ്നമാണെന്നായിരിക്കും. ആക്ച്വലി അത് ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. സ്ലീപ്പർ എടുത്ത് ടിക്കറ്റ് കൺഫേം ആയി പോവുകയാണെങ്കിൽ അതിങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാനിപ്പോൾ 4-5 ദിവസമായിട്ട്, 6 ദിവസമായിട്ട് നോർത്ത് ഇന്ത്യയിലാണ്, ട്രെയിനിലാണ് ട്രാവൽ മൊത്തം. ആഗ്ര പോയി, ഡൽഹി പോയി, ഇപ്പോൾ അജ്മീർ നിൽക്കുന്നു. ഇനി ചെന്നൈയിലേക്ക് തിരിച്ചു പോവുകയാണ്. കേരളത്തിൽ നിന്നാണ് വന്നത്. കേരള ചെന്നൈ, ചെന്നൈ ആഗ്ര, ആഗ്ര ഡൽഹി, ഡൽഹി അജ്മീർ, അജ്മീർ ചെന്നൈ, ചെന്നൈ കേരള, ഇങ്ങനെയാണ് പോകുന്നത്. അതിൽ ആകെ ഒരു തവണ മാത്രമേ ഇതുപോലെ വന്നിട്ടുള്ളൂ, ഒറ്റ തവണ, അതും. സോ അതാണ് ആ ഒരു ഇഷ്യൂ. നമ്മുടെ യൂട്യൂബ് നിറച്ചും കുറേ യൂട്യൂബേഴ്സ് അങ്ങനെ ആവശ്യമില്ലാതെ ഇട്ടിട്ടുണ്ട്. വെറുതെയാണ്, ഒന്നുമില്ല, പച്ചക്കള്ളമാണ്. സെക്കൻഡ് തിങ് സെക്യൂരിറ്റിയാണ്. നോർത്ത് ഇന്ത്യൻ ട്രെയിൻസിലെ രാത്രി എപ്പോഴും സ്ലീപ്പറിലാണ് ഞാൻ സഞ്ചരിച്ചുകൊണ്ട്, സ്ലീപ്പറിൻ്റെ കേസാണ് പറയുന്നത്. മാക്സിമം നിങ്ങൾ സ്ലീപ്പർ എടുത്ത് പോകാൻ നോക്കുക, അതാണ് ഏറ്റവും സുഖം ലോങ് പോകുമ്പോൾ. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ ട്രെയിൻസിൽ മെയിനായിട്ട് കള്ളന്മാരുടെ ശല്യം കൂടുതലാണ് എന്നൊക്കെയുള്ള കള്ളന്മാരെ പിടിച്ചു വരിക, അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കും. ആക്ച്വലി നോർത്ത് ഇന്ത്യൻ ട്രെയിൻസിൽ രാത്രി നൈറ്റ് ടൈമിൽ പോലീസ് ഉണ്ടാവും. ഓക്കെ, ഓരോ ബോഗിൽ 2 പോലീസുകാർ വീതം ഉണ്ടാവും. സോ അതുകൊണ്ട് സെക്യൂരിറ്റിയുടെ കാര്യം പേടിക്കുക വേണ്ട, ഫുൾ ടൈം പോലീസ് ഉണ്ടാവും. അവർ വന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തിട്ട് ടിക്കറ്റ് ഓക്കെ ആണോ എന്നൊക്കെ നോക്കും. TTR ഇടയ്ക്കിടയ്ക്ക് വരും, ടിക്കറ്റ് ഓക്കെ ആണോ നോക്കും. സോ അതാണ് അതിൻ്റെ കാര്യം. പിന്നെ നമുക്കുണ്ടാകുന്ന അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെയാണ്. വെള്ളം ചില സ്റ്റേഷനിൽ നമുക്ക് 5 രൂപയ്ക്ക് വെള്ളം വാങ്ങാൻ പറ്റും, റീഫിൽ ചെയ്യാൻ പറ്റും. ചില സ്റ്റേഷനിൽ നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ ആയിരിക്കും, അത് വാങ്ങിച്ച് കുടിച്ചാൽ മതി. പിന്നെയുള്ള പ്രശ്നം ബാത്റൂമാണ്, മെയിനായിട്ടുള്ളൊരു ഇഷ്യൂ. ബാത്റൂം ഇഷ്യൂ നമ്മുടെ PNRൽ ടിക്കറ്റ് കൺഫേം ആണെങ്കിൽ നമുക്കിവിടെ 10 രൂപ കൊടുക്കുമ്പോൾ AC വെയിറ്റിംഗ് റൂം കിട്ടും. AC വെയിറ്റിംഗ് റൂമിലെ ബാത്റൂം അത്യാവശ്യം നല്ല വൃത്തിയുള്ളതാണ്, ഏത് നാട്ടിൽ പോയാലും കുറച്ച് വൃത്തിയുള്ളതാണ്. സോ അങ്ങനെ എടുത്താൽ ആ പ്രശ്നം തീർന്നു കിട്ടും. വേറെ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ സ്ലീപ്പറിലാണ് വരുന്നെങ്കിൽ ഒരു പുതപ്പ് കരുതുക. തണുപ്പ് സമയത്താണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ പുതപ്പ് കരുതുക. ടെമ്പറേച്ചർ നോക്കുക. നാട്ടിൽ നമ്മൾ നോക്കുമ്പോൾ കാണിക്കുന്ന നോർത്ത് ഇന്ത്യയിലെ ടെമ്പറേച്ചർ ആയിരിക്കില്ല, അതിൽ നിന്ന് കുറച്ചും കൂടെ താഴെയാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. കാരണം നാട്ടിൽ ഞാൻ നോക്കിയപ്പോൾ 16 ഡിഗ്രീസ് കാണിച്ചത്, ഇവിടെ വന്നപ്പോൾ 6 ഡിഗ്രീസ് ആയിരുന്നു. പിന്നെ സ്റ്റേയുടെ കാര്യം, നമ്മുടെ ടിക്കറ്റ് കൺഫേം ആണെങ്കിൽ ടിക്കറ്റ് സ്റ്റാർട്ടിംഗ് സ്റ്റേഷനിൽ നിന്നും ഡെസ്റ്റിനേഷൻ സ്റ്റേഷനിൽ നിന്നും 48 അവേഴ്സ് മുമ്പ് വരെയും 48 അവേഴ്സ് ശേഷം വരെയും നമുക്ക് റിട്ടയർ റൂം ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓൺലൈനായിട്ട് നമുക്ക് മൊബൈൽ ഫോണിലൂടെയും ബുക്ക് ചെയ്യാം. അത് റേറ്റ് റൂം അനുസരിച്ചാണ്. ഇപ്പോൾ 4 പേര് ഫാമിലി ആയിട്ടാണെങ്കിൽ ഫാമിലി റൂം കിട്ടും. അല്ലാതെ ആണെങ്കിൽ 2 പേർക്ക് വീതം ഡീലക്സ് AC റൂം അങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ബഡ്ജറ്റിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡോർമെട്രി കിട്ടും. ഡോർമെട്രി ആണെങ്കിൽ കോമൺ ബാത്റൂമും ബാക്കിയെല്ലാം ഇൻഡിവിജ്വൽ ബാത്റൂമുമാണ്.
സോ അതാണ് സ്റ്റേയുടെ സെറ്റപ്പ്. സോ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ സ്റ്റേഷൻ നിങ്ങൾ വേർ ഇസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന ആപ്പാണ് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാൻ നല്ലത്. അതിനകത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേഷനിൽ ഏതൊക്കെ സ്റ്റേഷനിൽ നിർത്തിയിടും, എത്ര നേരം നിർത്തിയിടും എന്നൊക്കെ അറിയാം. അതനുസരിച്ച് നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്താൽ ട്രെയിനിലെ ബാത്റൂമിൽ പോകാതിരിക്കാനായിട്ട് പറ്റും. പിന്നെ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ട്രെയിനിൽ നേരിടുകയാണെങ്കിൽ ട്രെയിനിൽ തന്നെ നമുക്ക് പോലീസിനെ അല്ലെങ്കിൽ അതിൻ്റെ ആൾക്കാരെ വിളിക്കാനായിട്ടുള്ള നമ്പർ കാണും. ആ നമ്പറിൽ വിളിച്ചാലും അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇത്രയാണ് നമുക്ക് കോമൺലി ട്രെയിനിൽ നേരിടുന്ന പ്രശ്നം. പിന്നെ അതുപോലെ നിങ്ങൾ നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ ലോങ് ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ അത് ഇൻഷുറൻസ് എടുത്ത് വെക്കുക. ട്രാവൽ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. സോ ട്രാവൽ ഇൻഷുറൻസും കൂടെ എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രെയിൻ ലേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്സാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് പലർക്കും ഇതൊന്നും അറിയില്ല. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ സാധാരണ നോർമൽ വ്ളോഗേഴ്സ്, ഇപ്പോൾ പേരൊന്നും പറയുന്നില്ല, നോർമൽ വ്ളോഗേഴ്സ് അവരെല്ലാം നോർത്ത് ഇന്ത്യയിലേക്കുള്ള ട്രെയിൻ യാത്ര ദുരിതമാണ് എന്നൊക്കെ പറയും. അത് ആക്ച്വലി ലോക്കലിലാണ്. ലോക്കലിൽ നമുക്കറിയാം എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ബേസിക് ഫെസിലിറ്റി ഒന്നും അത്രയ്ക്ക് ഇല്ലാത്ത ആൾക്കാരാണ്. അവർ എങ്ങനെയും ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അങ്ങനെയൊക്കെയാണ് അവർ ജീവിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ചെന്ന് കയറിയിട്ട് ഇത് കൊള്ളൂല അത് കൊള്ളൂല എന്ന് കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ബെറ്റർ ഫെസിലിറ്റി ആണെങ്കിൽ സ്ലീപ്പർ ക്ലാസ്സോ, സ്ലീപ്പറിന് വലിയ റേറ്റ് ഒന്നുമില്ല, അപ്പോൾ സ്ലീപ്പർ എടുത്ത് പോകണമെങ്കിൽ നമുക്ക് അത്രയും തന്നെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ട്രെയിൻ വന്നു, ഞാൻ പോകുന്നു. ഓക്കെ, സോ അതാണ് എൻ്റെ ട്രെയിൻ, ഞാൻ പോകുന്നു. ഓക്കെ, ബൈ.